ഇവിടെ ഞങ്ങൾ ബന്ധങ്ങളുടെ മേഖലയിലേക്ക് ആഴ്ന്നിറങ്ങുകയും സ്റ്റോയിക് തത്വചിന്തയനുസരിച്ച് സ്മാർട്ട് പുരുഷന്മാർ സ്വീകരിക്കേണ്ട 9 തത്വങ്ങൾ അനാവരണം ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ ഹൃദയത്തിന്റെ കാര്യങ്ങളിൽ കാലത്തിന്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ഈ ഉൾക്കാഴ്ചയുള്ള തത്വങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നത് ഉറപ്പാക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ അടിച്ച് നിങ്ങളുടെ ബന്ധങ്ങളിൽ സ്റ്റോയിസിസത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ആവേശത്തിലാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി നൽകുക. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ യാത്ര ആരംഭിക്കാം. സ്റ്റോയിക് ജ്ഞാനത്തിന്റെ ലെൻസിലൂടെ സ്മാർട്ട് പുരുഷന്മാർ സ്ത്രീകളുമായി ചെയ്യാൻ പാടില്ലാത്ത 9 കാര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യുക. 1. കാവൽ. നിങ്ങളുടെ ഭൂതകാലത്തിന്റെ എല്ലാ വിശദാംശങ്ങളും പങ്കിടുന്നു, പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ ഭാഗങ്ങൾ. നിങ്ങൾ നേരിട്ട എല്ലാ രഹസ്യങ്ങളും വെല്ലുവിളികളും കാണിക്കുന്നതിന് സമാനമാണ്. പഴയ ആശയങ്ങൾ നമ്മെ വെല്ലുവിളിക്കാൻ തിരികെ വന്നേക്കാവുന്ന ഇൻസൈറ്റ്. വളരെയധികം വെളിപ്പെടുത്തുന്നതിന്റെ സാധ്യതയുള്ള അപകടസാധ്യതകൾ എടുത്തുകാണിക്കുന്നു. നിങ്ങളുടെ ഭൂതകാലത്തെ വ്യക്തിപരവും പരിരക്ഷിതവുമായി സൂക്ഷിക്കുക. നിങ്ങളെ പ്രതിരോധശേഷിയുള്ളതാക്കുന്ന നിങ്ങളുടെ കഥയുടെ പ്രധാന ഭാഗങ്ങൾ സംരക്ഷിക്കുക. ആവശ്യമുള്ളതു മാത്രം പങ്കിടുക. ജീവിതകഥ നിങ്ങളുടേതു മാത്രമാണ്, മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനോ വിധിക്കാനോ വേണ്ടിയല്ല. ഒറ്റയ്ക്കായിരിക്കുമോ എന്ന ഭയം എല്ലാ ജ്ഞാനത്തിന്റെയും തുടക്കമാണെന്ന് അരിസ്റ്റോട്ടലിന്റെ അറിവ് ഒറ്റയ്ക്കായിരിക്കുമോ എന്ന ഭയത്തെ നേരിടേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. ഭയം മൂലമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് ഏകാന്തതയെക്കുറിച്ചുള്ള ഭയം, നിങ്ങളെ വഴിതെറ്റിച്ചേക്കാം. ഒറ്റയ്ക്കായിരിക്കുമോ എന്നത് ഏകാന്തതയ്ക്ക് തുല്യമല്ല. ഒരാളോടൊപ്പമായിരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കമ്പനിയെ അഭിനന്ദിക്കാൻ സമയം ചെലവഴിക്കുക. കാരണം അവർ നിങ്ങളുടെ ജീവിതത്തിന് മൂല്യം കൂട്ടുന്നു, അവരില്ലാതെ നിങ്ങൾ ഭയപ്പെടുന്നതുകൊണ്ടല്ല. 3. നിങ്ങളുടെ സമയം വിവേകത്തോടെ കൈകാര്യം ചെയ്യുക. നമ്മുടെ ജീവിതം ചെറുതാണെന്നല്ല, മറിച്ച് നമ്മൾ അതിൽ കൂടുതൽ പാഴാക്കുന്നു എന്ന സെനിക്കയുടെ നിരീക്ഷണം സത്യമാണ്. മറ്റൊരാളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ സമയം ഒരു ശൂന്യതയിലേക്ക് വലിച്ചെറിയരുത്. കാരണം അത് നിങ്ങളുടേതാണ്, അവരല്ല. ഒരു സന്തുലിതാവസ്ഥ സ്ഥാപിക്കുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സമയം വിവേകപൂർവ്വം ഉപയോഗിക്കുക. വ്യക്തിപരമായ വളർച്ച വളർത്തുകയും നിങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളുടെ സമയം ഒരു വിലയേറിയ വിഭവമാണ്, അതിനാൽ അതിന്റെ മൂല്യത്തെ വിലമതിക്കാത്ത ഒരാളിൽ അത് പാഴാക്കരുത്. 4. നിങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുക. എപ്പിക്കസ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ തേടുക മാത്രമല്ല, നമ്മെ തന്നെ അഭിനന്ദിക്കുകയും വേണം എന്നതാണ്. നമ്മുടെ നേട്ടങ്ങൾ ആഘോഷിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിൽ മുഴുകരുത്. ഓരോ ചുവടും മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ വിജയങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ മറക്കുന്നു എന്നത് ആഘോഷിക്കേണ്ടതാണ്. നിങ്ങളുടെ പുരോഗതി അംഗീകരിക്കുന്നതിലൂടെ ആത്മവിശ്വാസം വളർത്തുക. അത് സംതൃപ്തമായ ജീവിതത്തിന് അത്യാവശ്യമാണ്. 5. നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക. മറ്റൊരാൾക്ക് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുക അവരെ നിലനിർത്താൻ നിങ്ങളുടെ വീട് കത്തിക്കുന്നതുപോലെയാണ്. ഊഷ്മളവും ദോഷകരവും അർത്ഥശൂന്യവുമാണ്. നിങ്ങളുടെ മാനസികാരോഗ്യവും സന്തോഷവും മറ്റുള്ളവരുടെ നിമിത്തം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. നിയന്ത്രണം വീണ്ടെടുക്കുക. നിങ്ങളുടെ സമാധാനം ശക്തമായി സംരക്ഷിക്കുക. നിങ്ങളുടെ മാനസിക ദൃഢത ശക്തിപ്പെടുത്തുക. നിങ്ങളുടെ സന്തോഷം ആരും കവർന്നെടുക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ ചുമതലക്കാരനാണ്. നിങ്ങളുടെ സന്തോഷം വിറ്റഴിക്കാവുന്ന ഒരു വസ്തുവല്ല, അത് നിങ്ങളുടെ ക്ഷേമത്തിന്റെ ഒരു വിട്ടുവീഴ്ചയാനാവാത്ത വശമാണ്. 6. സത്യമായിരിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് അധികം വിഷമിക്കേണ്ടതില്ല എന്നതിനെക്കുറിച്ചുള്ള ആൽബർട്ട് കാമുവിന്റെ ജ്ഞാനം തന്നോട് തന്നെ സത്യസന്ധത പുലർത്തുക എന്ന സ്റ്റോയിക് തത്വചിന്തയുമായി പ്രതിധ്വനിക്കുന്നു. നിങ്ങൾക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ അതെ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്വാസം മുട്ടിക്കുന്ന മുഖമൂടി ധരിക്കുന്നതുപോലെയാണ്. ഇല്ല എന്ന് പറയാൻ പഠിക്കുകയും നിങ്ങളുടെ ജീവിതം ആധികാരികമായി ജീവിക്കുകയും ചെയ്യുക. പകരം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ പ്രവർത്തിക്കരുത്. പകരം നിങ്ങളോട് തന്നെ യഥാർത്ഥവും സത്യസന്ധനുമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന കഥാപാത്രം നിങ്ങളാണെന്ന് ഓർമ്മിക്കുക, മറ്റൊരാളുടെ ആഖ്യാനത്തിലെ ഒരു സൈഡ് ക്യാരക്ടർ അല്ല. 7. മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങളുടെ പാത ത്യജിക്കുക എന്നു പറയരുത്. സെനിക്ക ബുദ്ധിപൂർവം അഭിപ്രായപ്പെട്ടു. പല സ്ഥലങ്ങളിലുമായിരിക്കാൻ ശ്രമിക്കുന്നത് അർത്ഥമാക്കുന്നത് നിങ്ങൾ എവിടെയും ഇല്ല എന്നാണ്. അതുപോലെ മറ്റൊരാളുടെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ മാത്രം നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് വളരെ ഇറുകിയ ഷൂസ് ധരിക്കുന്നതിന് തുല്യമാണ്. ഇത് വേദനാജനകവും അനാവശ്യവുമാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടാനെടുക്കുന്ന ഓരോ ചുവടും നിങ്ങളെ നിങ്ങളുടെ സ്വന്തം പാതയിൽ നിന്ന് അകറ്റുന്നു. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാണാതിരിക്കാൻ
നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ അതുല്യത സ്വീകരിക്കുകയും നിങ്ങളുടെ സ്വന്തം നിറങ്ങളിൽ അഭിമാനിക്കുകയും ചെയ്യുക. മറ്റൊരാൾക്കായി നിങ്ങളുടെ യാത്രയിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. നിങ്ങളുടെ പാത ആത്മവിശ്വാസത്തോടെ നടക്കുക. നിങ്ങളുടെ അഭിലാഷങ്ങളുടെ ആധികാരിക പ്രതിഫലനമായിരിക്കണം. 8. സുഹൃത്തുക്കളുമായും കുടുംബവുമായും ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുക. ആളുകൾ നിങ്ങളെ വളരാൻ സഹായിക്കുന്നതോ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതോ ആയ മണ്ണുപോലെയാണെന്ന പ്ലേറ്റോയുടെ സാമ്യം പ്രാധാന്യം നൽകുന്നു. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ബന്ധം നിലനിർത്തുന്നത് മറ്റൊരാളുടെ അംഗീകാരത്തിനായി അവരെ അകറ്റുന്നത് ഒരു തെറ്റായ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി എപ്പോഴും നിങ്ങളെ പിന്തുണച്ചവരുമായി വീണ്ടും ബന്ധപ്പെടുക. നിങ്ങളുടെ പിന്തുണാ സംവിധാനത്തിന്റെ ഉറച്ച അടിത്തറയായി മാറുക. ഈ പിന്തുണാ ശൃംഖലയുടെ മൂല്യം തകർക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചവർ. 9. ഒബ്സസീവ് ഭക്തി ഒഴിവാക്കുക. മറ്റൊരാളിൽ അനന്തമായി വലയം ചെയ്യുന്ന ഒരു ഉപഗ്രഹം പോലെ നിങ്ങളുടെ സ്വന്തം മൂല്യത്തിലേക്ക് നിങ്ങളെ അന്ധരാക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളും അതുല്യതയും മങ്ങാൻ കാരണമാകുന്നതിനാൽ മറ്റൊരാളോട് അമിതമായി ആസക്തരാകുന്നതിനെതിരെ മാർക്കസ് ഔറേലിയസ് മുന്നറിയിപ്പ് നൽകി. നിയന്ത്രണം വീണ്ടെടുക്കുക. ഒരു നിഴലാകുന്നത് നിർത്തുക. അവരുടെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കുക. നിങ്ങളുടെ സ്വന്തം സൂര്യനെപ്പോലെ തിളങ്ങാൻ തുടങ്ങുക. മറ്റൊരാളുടെ കഥയിൽ നിങ്ങളുടെ ജീവിതം ഒരു സൈഡ് റോൾ അല്ലെന്ന് ഓർമ്മിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആഖ്യാനത്തിലെ താരമാണ്. ആരെയും മങ്ങാൻ അനുവദിക്കരുത്. നിങ്ങളുടെ തിളക്കം. ജ്ഞാനം ബന്ധങ്ങളെ കണ്ടുമുട്ടുന്ന സ്റ്റോയിസിസത്തിന്റെ മണ്ഡലത്തിലേക്കുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. സ്റ്റോയിക് തത്വങ്ങൾ സ്വീകരിക്കുന്നത് ലിംഗഭേദപരമായ നിയമങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും നാം നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചാണ്. സ്റ്റോയിസിസത്തിന്റെ ലെൻസിലൂടെ ബുദ്ധിമാനായ പുരുഷന്മാർ സ്ത്രീകളുമായി ചെയ്യാൻ പാടില്ലാത്ത 9 കാര്യങ്ങൾ ഞങ്ങൾ പര്യവേക്ഷിച്ചു. ബന്ധങ്ങൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നിങ്ങൾ കണ്ടെത്തിയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കാലാതീത തത്വങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ ശ്രദ്ധയും സദ്ഗുണവും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിൽ വേരൂണ്ടിയ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയും. ബഹുമാനവും പങ്കിട്ട വളർച്ചയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. സ്റ്റോയിസിസത്തിന്റെയും ബന്ധങ്ങളുടെയും ഈ പര്യവേക്ഷണം നിങ്ങൾ ആസ്വദിച്ചുവെങ്കിൽ ഇഷ്ടപ്പെടാൻ മറക്കരുത്. പങ്കിടുകയും മനസ്സിനെ സമ്പന്നമാക്കുകയും ആത്മാവിനെ പോഷിപ്പിക്കുകയും ചെയ്യുന്ന കൂടുതൽ ഉള്ളടക്കങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ചിന്തകളും ചോദ്യങ്ങളും ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്താൻ മടിക്കേണ്ട. അടുത്ത തവണ വരെ ബുദ്ധിമാനായിരിക്കുക, സ്റ്റോയിക്കായിരിക്കുക. ലക്ഷ്യബോധവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര തുടരുക.